ശ്രീദേവി എൻ്റെ അമ്മ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുനന്ദയോട് ചോദിക്കുന്നുണ്ട്, എന്തായാലും ദേവ് വരും എന്ന് തോന്നുന്നില്ല, നമുക്കെന്തായാലും എം ഡിയെ കാണാം, ഇനി അധികം വൈകിക്കേണ്ട സുനന്ദ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുനന്ദയെ കൂട്ടിക്കൊണ്ട് എം ഡിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഇതാണ് സർ ഞാൻ പറഞ്ഞ പുതിയ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ ദേവബാല എവിടെ എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ ട്രാഫിക്കിൽ പെട്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് എത്തും സർ എന്ന് പറയാണ്. ഫസ്റ്റ് തന്നെ ഒരുപാട് ലേറ്റ് ആയാൽ ശരിയാവൂ അഭിഷേക് സർ, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഓക്കെ, താൻ പോയിട്ട് ഇവൾക്ക് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. എന്തായാലും 1-2 ദിവസം സ്റ്റാഫിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടു പഠിക്കട്ടെ, അതിനുശേഷം സുനന്ദ നന്നായിട്ട് വർക്ക് ചെയ്തോളൂ എന്ന് പറയുകയാണ്. താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, തൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാവരെയും നോക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുനന്ദയെ കൂട്ടിക്കൊണ്ട് അഭിഷേക് അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് ഒരു സ്റ്റാഫ് ഉണ്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവളോട് ചെന്ന് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. സുനന്ദ അവിടെ പോയി ഇരുന്നോളൂ എന്ന് പറയുന്നിട്ട് ഇവരെ കണ്ടു പഠിക്കുക എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ശരി സർ എന്ന് വളരെ മാന്യമായിട്ട് തന്നെയാണ് സുനന്ദ അഭിഷേകിനോട്, കൂട്ടുകാരനാണെങ്കിലും അവിടുത്തെ മുതിർന്നൊരു ഓഫീസറാണെന്നുള്ള പരിഗണന സുനന്ദ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പറഞ്ഞതിന് ശേഷം പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ദേവബാലയെ തന്നെയാണ് കേട്ടോ. ദേവബാലയാണെങ്കിലോ അവിടേക്ക് വരുന്ന സമയത്ത് തന്നെ ഒരു ബൈക്കുകാരൻ അതിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ദേവയെ ഇടിക്കാനായിട്ട് പോയതുപോലെയാണ് അവൾക്ക് തോന്നിയത്. അങ്ങനെ അയാളോട് ദേഷ്യപ്പെടുന്ന ദേവബാല നന്നായിട്ട് അയാളോട് ചൂടാകുന്നുണ്ട്. അതിനുശേഷം ഞാനൊന്നും ചെയ്തില്ല പെങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറയുന്നുണ്ട്, താൻ പോളൂ, താൻ എന്നെ ഇടിക്കാൻ വന്നൂലേ, തനിക്ക് ഞാൻ ആരാന്നറിയില്ല, നീ മനസ്സിലാക്കിയിട്ടില്ല എന്നെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞ് അയാളോട് നന്നായി തട്ടിക്കയറുന്നുണ്ട്. ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാട്ടോ അഭിഷേക് അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ദേവബാല അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുമ്പോഴത്തേനും അഭിഷേക് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, ദേവുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, ദേവു എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അഭിഷേകിനെ മൈൻഡ് ചെയ്യാതെ തിരിച്ച് ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. എം ഡിയുടെ റൂമിലേക്ക് ചെല്ലുക ചെയ്യുന്നത്. അങ്ങനെ സുല്ലാതെ തന്നെ അതിനകത്തേക്ക് കയറി വരുന്നു. എം ഡി എന്തൊരു കോളിലായിരുന്നു സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദേവബാല അതിനകത്തേക്ക് പോവാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അയാൾക്കാണെങ്കിൽ അങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ദേവബാലയാണെന്ന് പറയുന്നുണ്ട്. അതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഇയാൾക്ക് എന്താ ചീര മാനേഴ്സ് ഇല്ലേ, ഇങ്ങനെയാണോ ഒരു ഓഫീസിനകത്തേക്ക് കയറി വരേണ്ടത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അഭിഷേക് അങ്ങോട്ടേക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേനും പറയുന്നുണ്ട്, ഇത് നന്നായിട്ടുണ്ട്, ഇവളേതാണ് ദേവബാല ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്, അഭിഷേക് അല്ലേ പറഞ്ഞത് രണ്ടുപേരെ അപ്പോയിൻമെൻറ്റ് ചെയ്ത സമയത്ത് നല്ല മിടുക്കികളാണ് എന്നൊക്കെ. ഈ കുട്ടിക്കാണെങ്കിൽ തീരെ റെസ്പോൺസിബിലിറ്റി ഇല്ല, കാരണം ഇവള് നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുകയെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ എം ഡിയോട് പറയുകയാണ്. അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട്, സർ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. തൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതൊക്കെ, താൻ നന്നായി ചെയ്യുക, എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഇതൊക്കെ, അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ അഭിഷേകിനോട് എം ഡി പറയുന്നുണ്ട്. പിന്നെ താനൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ സ്റ്റാഫുകളുടെ സാലറിയും കാര്യങ്ങളെല്ലാം തന്നെ താൻ എന്നോട് ഡിസ്കസ് ചെയ്തിട്ടൊന്നും ഇനി തീരുമാനിക്കേണ്ട ആവശ്യമില്ല, താൻ തൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തോളൂ, എനിക്ക് തന്നെ വിശ്വാസമാണ്, ഇപ്പോൾ താനുള്ളതുകൊണ്ട് എൻ്റെ പകുതി ഭാരം ഒഴിഞ്ഞിട്ടിരിക്കുന്ന അഭിഷേക്, നിന്നെക്കുറിച്ച് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ടെന്നൊക്കെ എം ഡി പറയുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ദേവബാലയും കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോഴത്തേനും അഭിഷേകിനോട് പറയുന്നുണ്ട്, താനേ അവിടെ ഇരുത്തിയിട്ട് താൻ ഇങ്ങോട്ട് തന്നെ വരണം എന്നും പറയുകട്ടോ ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ദേവബാലയ്ക്കും പുതിയൊരു സീറ്റ് കണ്ടെടുത്താൻ സുനന്ദയുടെ അടുത്ത് തന്നെ കൊണ്ടുവരുത്തുന്നുണ്ട് ദേവുവിനെ. അതിനുശേഷം വീണ്ടും എം ഡിയുടെ റൂമിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ അഭിഷേക്. അതിനിടയ്ക്ക് സുനന്ദ ചോദിക്കുന്നുണ്ട് ദേവുവിനോട്, എന്താണ് ഇത്ര വൈകിയത്, ഇവിടെ നേരത്തെ വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, എന്തായാലും ഇങ്ങനെയൊക്കെ വന്നാൽ മതി എന്നൊരു അഹങ്കാര ഭാവത്തോടു കൂടി തന്നെ കേട്ടോ ദേവബാല അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ സുനന്ദയ്ക്കും മനസ്സിലായി ഇവളിവിടെ നിന്ന് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. അങ്ങനെ തന്നെ അഭിഷേക് അവിടെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് ആ ദേവബാല ഇങ്ങനെ, അവൾക്ക് തീരെ മാനേഴ്സും ഇല്ല, മാത്രമല്ല അവളുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ആ കുട്ടിക്ക് തീരെ ഇവിടെ നിൽക്കാൻ തന്നെ യോഗ്യതയില്ലല്ലോ അഭിഷേക്, എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ്. അവൾ കുറച്ച് അങ്ങനെയൊക്കെയാണ്, എന്തായാലും ഇതൊന്നും നല്ല കാര്യത്തിനല്ല, എന്നാൽ അവളുടെ ഭരിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുള്ളതാണ്, അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്റ്റാഫെല്ലാം തന്നെ മുന്നോട്ട് പോകണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരി സർ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം വീട്ടിലാണ് കാണിക്കുന്നത് കേട്ടോ. അഭിഷേക് വീട്ടിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവരാജ മാഷാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ ഇവിടെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ നീ, അവിടെ ഫുൾ ടൈം ജോലി ചെയ്തിട്ട് വീട്ടിലും തന്നെയാണോ, എനിക്ക് ഈ ഒരു റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ കൊടുക്കണം സർ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ദേവബാല പുതിയ അപ്പോയിൻമെൻറ്റ് നമ്മുടെ ദേവ് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ദേവിൻ്റെ സ്വഭാവം അറിയാലോ, കുഴപ്പമൊന്നുമില്ല, അവൾക്ക് കുറച്ച് മാനേഴ്സ് കമ്മിയുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം, അതെന്താ ഞാൻ പറഞ്ഞ് ശരിയാക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവരാജ മാഷ്. അയ്യോ അതൊന്നും വേണ്ട, ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിലും വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലുമാണ് സർ ചർച്ച ചെയ്യേണ്ടത്, ഇപ്പോൾ സാർ ഒന്നും പറയേണ്ട കാര്യമില്ല, നമുക്ക് അതിന് ചർച്ച ചെയ്യേണ്ട എന്ന് പറയുന്നു.
എന്നാൽ മോൻ വാ, വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നു. അങ്ങനെ ദേവു അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭിഷേകും മാഷും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്താ ദേവു, ഞങ്ങൾ വരുന്നതിന് മുന്നേ നീ ഇരുന്നോ എന്ന് ചോദിക്കുകയാണ്. മനസ്സമാധാനത്തോടു കൂടി കുറച്ച് ഭക്ഷണം കഴിക്കാമല്ലോ, അതിന് വേണ്ടി തന്നെയാണ് ഇവിടെ ഇരുന്നതെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. എന്താ ഇവിടെ മനസ്സമാധാനത്തിന് കമ്മി, നീ എന്താ ദേവു ഇങ്ങനെ? അങ്ങനെ ദേവു അവിടെ നിന്ന് എണീറ്റിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അമ്മായി വരുന്നുണ്ട്. എന്തിനാണ് അവൾ എണീറ്റിട്ട് പോയിട്ടുള്ളത്? നീ അവളെ ഭരിക്കാനൊന്നും പോകണ്ട അഭിഷേക്, ഓഫീസിലാണെങ്കിലും നീ അവളെ അനുസരിച്ച് നിന്നാൽ മതി. ഇവിടെ അങ്ങനെ തന്നെയല്ലേ? അമ്മ ഈ കാര്യത്തിലൊന്നും ഇടപെടേണ്ട എന്ന് ദേവരാജ മാഷ് പറയുന്നുണ്ട്. അത് ഓഫീസിലെ കാര്യം, അത് അവർ തീരുമാനിച്ചോളും. അമ്മായി വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയട്ടോ. അങ്ങനെ അമ്മായും ചമ്മിയിട്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് അഭിഷേക് ഒരു സ്വപ്നം കാണാണ്. തൻ്റെ അമ്മ ഗായത്രി ദേവി തന്നെ തെരഞ്ഞു വരുന്നുണ്ട്. വളരെ ക്ഷീണിതയോടുകൂടി വീഴാൻ പോകുന്ന രീതിയിലാണ് ഗായത്രി അവിടേക്ക് മകനെ തെരഞ്ഞു വന്നത്. അങ്ങനെ അഭിഷേകം അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. മോനെ അബി എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അമ്മ വായു എന്ന് പറയുമ്പോൾ എനിക്ക് നടക്കാൻ വയ്യടാ എന്ന് പറയുമ്പോൾ എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ തളർന്ന് കുഴഞ്ഞ് വീഴുന്ന ഗായത്രി സ്വപ്നം കണ്ട് എണീക്കാട്ടോ അഭിഷേക് ചെയ്യുന്നത്. അപ്പോഴത്തന്നെ നിമ്മി ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പിറ്റേ ദിവസം തന്നെ അഭിഷേക് ചെല്ലുന്നുണ്ട്. ആൻറ്റി എന്തെങ്കിലും ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ദിലീപേട്ടൻ്റെ എല്ലായിടത്തും പോയി അന്വേഷിക്കുന്നുണ്ട്. മോൻ വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഗായത്രി ചേച്ചിയെ കണ്ടുപിടിക്കാൻ സാധിക്കും നമുക്ക് എന്നും പറയാണ്. അമ്മ എവിടെയാണാവോ? അമ്മ ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടു, എനിക്ക് അത്ര വിഷമമായി ആ കാര്യങ്ങളൊക്കെ. അത് മോൻ അങ്ങനെ ആലോചിച്ച് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗായത്രി ചേച്ചിക്കും ഒന്നും സംഭവിക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് സന്തോഷം തരുന്ന ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഒരു സ്ഥലം വരെ പോയ സമയത്ത് അവരെ ജയറാമേട്ടനെ പോലെ ഒരാൾ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ജയറാമേട്ടന് മുൻപ് പരിചയമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ജയറാമേട്ടൻ്റെ മുഖം കണ്ടപ്പോൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി ഒന്ന് അന്വേഷിക്കാം എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ അഭിഷേകിന് ആശ്വാസവാക്കുകളുമായിട്ട് നിമ്മി പറഞ്ഞയക്കുകയാണ്. പിറ്റേ ദിവസം ഓഫീസിൽ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. ഓഫീസിൽ സെക്യൂരിറ്റി വന്നിട്ട് സാറിനൊരു ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് തൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളെയാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ അയാളോട് ചൂടാവുന്ന അഭിഷേകിനെ കാണുമ്പോഴത്തേനും ദേവബാലയ്ക്ക് ഒരു പുച്ഛം പോലെയാണ് തോന്നുന്നത്. ഇയാൾ ഇത്ര വലിയ ആളാണോ? എൻ്റെ ചൊൽപ്പിടിക്ക് നിൽക്കുന്നതാണ് അഭിഷേക്, ഇവിടെ വലിയ ആളാവുമെന്ന് വേണ്ട എന്ന രീതിയിൽ അങ്ങോട്ടൊന്നും ഒരു മുഖം തിരിക്കാതെ നിൽക്കുന്ന ദേവുവിനെ കേട്ടോ കാണുന്നത്. അങ്ങനെ തന്നെ പിന്നീട് ദേവബാലകനോട് പറയുന്നുണ്ട്, നല്ല രീതിക്കാണെങ്കിൽ ആരുടെയും ദേഷ്യവും വൈരാഗ്യം വെച്ചിട്ടാണ് കമ്പനിയിൽ ജോലി ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഒരിക്കലും തന്നെ രക്ഷപ്പെട്ട ചരിത്രമില്ല, എന്തായാലും തോറ്റു പോവുകയുള്ളൂ. അത് എല്ലാവർക്കും മനസ്സിലായാൽ കൊള്ളാം എന്ന രീതിയിലൊക്കെ ദേവുവിനെ ഒന്ന് പറഞ്ഞതുപോലെയാണ് അഭിഷേക് അവിടെ പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ദേവു ആണെങ്കിലോ അഭിഷേകിനെ ഇങ്ങനെ ഞൊട്ടി വിളിക്കുകയാട്ടോ ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുകയാണ് വീട്ടിൽ, ഓഫീസിലും തൻ്റെ ചൊൽപ്പടിക്ക് തന്നെയാണ് അഭിഷേക് നിൽക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവബാല. അങ്ങനെ വിളിക്കുന്ന സമയത്ത് അഭിഷേക് തിരിഞ്ഞ് ദേവുവിനെ നോക്കുന്നതായിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിൽ